നമസ്കാരം എല്ലാവർക്കും സൗത്ത് വാച്ച് ഇൻസൈഡറിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എനിക്കറിയാം ഞാൻ കുറേ നാളായി ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ട്, കാരണം ഞാൻ ചെറിയൊരു വെക്കേഷനിലായിരുന്നു. പിന്നെ വർക്കും കാര്യങ്ങളെല്ലാം തിരിച്ചു വന്നപ്പോൾ ആകെ ഒരു എന്താ പറയുക, കുറച്ച് സമയമെടുത്തു എല്ലാം ഒന്ന് കയ്യിലൊന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന വാച്ച് എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള ഒരു സീക്കോ 5 സീരീസിൽ പറഞ്ഞ ഒരു SRPD53K1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പോർട്സ് കം ഹൈബ്രിഡ്, ഒരു ഓൾമോസ്റ്റ് ഒരു ഡൈവർ വാച്ച് എന്ന് നമുക്ക് പറയാം. കാരണം ഇതിൻ്റെ വാട്ടർ റെസിസ്റ്റ് എന്ന് പറയുന്നത് ഒരു 100 മീറ്റേഴ്സാണ്. യൂഷ്വലി ഒരു ഡൈവർ വാച്ച്, ഒരു പ്രോപ്പർ ഡൈവർ വാച്ച് എന്ന് പറയുമ്പോൾ അതിനൊരു 200 മീറ്റർ റെസിസ്റ്റൻസ് എങ്കിലും ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ക്യാപ്പ് സ്ക്രൂ ഡൗൺ ആയിരിക്കും, ഇതിൻ്റെ സ്ക്രൂ ഡൗൺ അല്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഓൾമോസ്റ്റ് ഒരു ഹൈബ്രിഡ് ഡൈവർ വാച്ച് എന്ന് പറയുന്നത്. മെയിൻ ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് ഒരു ഡൈവർ വാച്ചിൻ്റെ DNA ഉള്ളത് ഈ യൂണി ഡയറക്ഷണൽ ബെസലാണ്. ഈ ബെസൽ നമുക്ക് തിരിക്കാൻ പറ്റും, അതാണ് അതിനെ ഡൈവർ വാച്ച് എന്ന് പറയുന്നത്. സോ യൂഷ്വലി പണ്ടത്തെ കാലത്ത് ഡൈവേഴ്സ് വെള്ളത്തിൻ്റെ അടിയിലോട്ട് മറ്റ് ഡൈവ് ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് ഇപ്പോഴത്തെ പോലുള്ള ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് വെച്ചിട്ടാണ്, ഈ ഒരു ബെസൽ വെച്ചിട്ടാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യണത് എത്ര നേരം അവർ വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കുന്നുണ്ടെന്ന്. കാരണം അത് വെച്ചിട്ട് അവർക്ക് അവരുടെ ഓക്സിജൻ ക്യാരി ചെയ്യുന്ന കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ കുറേ നേരം നിന്നിട്ട് പിന്നെ തിരിച്ച് പെട്ടെന്ന് റീസർഫസ് ചെയ്യുമ്പോൾ, അപ്പോൾ എന്താ പറയുക, നൈട്രജൻ റിലേറ്റഡ് ബെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ട്. കാരണം പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലുള്ള നൈട്രജൻ ബ്ലഡ് വെസൽസിൽ നിന്ന് പെട്ടെന്ന് പുറത്തോട്ട് ഡിഫ്യൂസായി പോകും. അത് ചെയ്യുമ്പോൾ ബേസിക്കലി ബ്ലഡ് വെസൽസൊക്കെ പൊട്ടും, ഭയങ്കര ഒരു വേദനയായിരിക്കും. അപ്പോൾ അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം അവർക്ക് പതുക്കെ റീസർഫസ് ചെയ്യാനായിട്ട്. ഒറ്റയടിക്ക് നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് പെട്ടെന്ന് ഡൈവേഴ്സിന് റീസർഫസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാനും, പിന്നെ എത്ര ഓക്സിജൻ അവർ ക്യാരി ചെയ്യണത് അതനുസരിച്ചിട്ട് അവർ കൺസംപ്ഷൻ അനുസരിച്ചിട്ട് എത്ര നേരം അവർ വെള്ളത്തിൻ്റെ അടിയിൽ ലാസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് അറിയാൻ വേണ്ടി പണ്ടത്തെ കാലത്ത് അവർ ഡൈവർ വാച്ചസാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ ബേസിക്കലി ഈ ബെസൽ നമുക്ക് യൂണി ഡയറക്ഷണലായിട്ട് നമുക്ക് ഇങ്ങനെ തിരിക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ തിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ പെർട്ടിക്കുലർ ഈ ഒരു മാർക്കറില്ലേ, അത് അവർ ആ മിനിറ്റ് മാർക്കറിൻ്റെ അവിടെ അലൈൻ ചെയ്യും. അപ്പോൾ അത് വെച്ച് അവർക്ക് നമുക്ക് കറക്റ്റ് കാൽക്കുലേറ്റ് ആവും. അബൌട്ട് 20 മിനിറ്റ്സിൻ്റെ ആ ഒരു റെഡ് സോൺ ഉണ്ട്. യൂഷ്വലി എല്ലാവരും ആ ഒരു സോണിലാണ് നിൽക്കാറ്. അപ്പോൾ അങ്ങനെയാണ് അവർ ബേസിക്കലി എമൗണ്ട് ഓഫ് ഓക്സിജനും കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. ഈ വാച്ച് എന്ന് പറയുന്നത് ഒരു നല്ലൊരു സൺബേസ്റ്റ് ബ്ലൂ എഫക്റ്റ് ഉള്ളൊരു വാച്ചാണ്. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള ഒരു ലുക്കുള്ളൊരു വാച്ചാണ്. അങ്ങനെ ഒരു ആവശ്യത്തിനൊരു വെയിറ്റും ഉണ്ട് ഇതിന്. പിന്നെ ഇതിൻ്റെ അവർ സീക്കോ അവരുടെ പേറ്റൻറ്റ് ആയിട്ടുള്ള ഹാർഡ് ലെക്സ് മിനറൽ ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള മിനറൽ ഗ്ലാസ്സാണ്. സഫയർ ഗ്ലാസ് അല്ല, മിനറൽ ഗ്ലാസ് തന്നെയാണ്. പക്ഷെ അത് അവരുടെ പേറ്റൻറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ബേസിക്കലി എന്താ പറയുക, ഇറ്റ്സ് എ ബെറ്റർ വേർഷൻ ഓഫ് എ മിനറൽ ഗ്ലാസ്. അവരുടെ ഹാർഡ് ലെക്സ് ടെക്നോളജി ഉപയോഗിച്ചിരിക്കുന്നതാണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഡേ ഉണ്ട്, ഡേറ്റ് ഉണ്ട്, പിന്നെ എന്താ പറയുക, അവരുടെ ഓബ്വിയസ്ലി അവരുടെ ഫേമസ് ആയിട്ടുള്ള ലൂം ഓൾസോ അപ്ലൈ ചെയ്തിട്ടുണ്ട് അവർ. ഇപ്പോൾ നല്ലൊരു രാത്രിയിലൊക്കെ ആകുമ്പോൾ നല്ലൊരു ലൂം നമുക്ക് കിട്ടും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പെർട്ടിക്കുലർ മൂവ്മെൻറ്റ്, ആ മൂവ്മെൻറ്റ് നമുക്കൊരു നല്ല ഭംഗിയുള്ളൊരു സീ ത്രൂ കേസ് ബാക്കിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് അവരുടെ കാലിബർ 4R36 മൂവ്മെൻറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ബോത്ത് ഹാൻഡ് വൈൻഡ് നമുക്ക് ചെയ്യാൻ പറ്റും, അറ്റ് ദ സെയിം ടൈം നമുക്ക് അതിനെ എന്താ പറയുക, ഇതേപോലെ ഷഫിൾ ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് അതിൻ്റെ മൂവ്മെൻറ്റിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്റ്റാർട്ടർ ഡൈവർ വാച്ച് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഐ വുഡ് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ദിസ്. കാരണം ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 25,000 റുപ്പീസാണ് പറഞ്ഞത് ഇന്ത്യൻ മാർക്കറ്റിൽ. പക്ഷേ നമുക്കത് അപ് ടു 20,000 വരെ, അത് എൻ്റെ അർത്ഥം ഒരു 5,000 ഡിസ്കൗണ്ട് വരെ നമുക്ക് കിട്ടും. ഇതെനിക്കൊരു 5,000 ഡിസ്കൗണ്ടിലാണ് ഞാൻ എടുത്തത്. അത് നമ്മൾ അതിൻ്റെ ഷോറൂം, ലൈക്ക് സീക്കോ സർട്ടിഫൈഡ് ആയിട്ടുള്ള നമ്മുടെ ഷോറൂംസ് ഉണ്ട്, കേരളത്തിലും ഉണ്ട് ഇഷ്ടംപോലെ. കേരളത്തിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്വിസ് ടൈം ഹൗസിൽ പോകാം, ഞാൻ അവരെ റെക്കമെൻഡ് ചെയ്യുള്ളൂ. പിന്നെ അതേപോലെ ഇപ്പോൾ ബാംഗ്ലൂരാണെങ്കിൽ അതേപോലെയുള്ള ഡിഫറെൻറ്റ് കുറേ ഷോറൂംസ് ഉണ്ട് ദാറ്റ് സീക്കോ സർട്ടിഫൈഡ്. അത് നമുക്ക് വെബ്സൈറ്റ് വഴി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഷോറൂംസിൽ നമുക്ക് ചെന്നാൽ ബേസിക്കലി അവർക്ക് ഷോറൂം ഡിസ്കൗണ്ട്സ് ഉണ്ടാവും. അപ്പോൾ ആ ഡിസ്കൗണ്ട്സ് വെച്ചിട്ട് നമുക്ക് ഒരു നല്ലൊരു ഡീല് കിട്ടും. അപ് ടു 5,000 വരെ എനിക്ക് കിട്ടിയിരുന്നു ആ സമയത്ത്. അപ്പോൾ എനിക്കൊരു 20,000 കിട്ടിയിരുന്നത്. സോ ബേസിക്കലി ഇതിൽ നമുക്ക് ഒരു വേരിയേഷൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ബെസലാണ്. എൻ്റെ കയ്യിലുള്ളത് ഈ പെപ്സി ബെസലാണ്. നമുക്ക് ആ ഒരു പെപ്സിയുടെ ഒരു കളർ കോമ്പിനേഷൻ ഉള്ളതാണ് ഈ റെഡും ബ്ലൂവും വെച്ചിട്ടുള്ള പെപ്സി ബെസൽ. ഇതിൻ്റെ സെയിം ടൈപ്പ് ഒരു ഹൾക്ക് ടൈപ്പ് കിട്ടും, ഒരു
ഗ്രീനിഷ് ബെസലുള്ളത് കിട്ടും. പല പല ടൈപ്സ് ഉണ്ട്. ഇനി ഈ സെയിം മോഡലിൻ്റെ തന്നെ നമുക്ക് ഇപ്പോൾ സ്കെലിറ്റൺ സീ ത്രൂ മോഡൽസ് ഉണ്ട്. അതേപോലെ എന്താ പറയുക, ഡിഫറെൻറ്റ് ഒരു വൈബ്രൻറ്റ് കളേഴ്സ്, ഒരു ബ്രൗൺ, ഓറഞ്ച്, പിന്നെ നല്ലൊരു സിയാൻ ബ്ലൂ പോലുള്ളൊരു കളേഴ്സിൻ്റെയൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ ഇതൊരു നല്ലൊരു ക്ലാസിക് കളറാണ്. എനിക്കിതാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ ഈ പെപ്സിയുടെ ഇത് എടുത്തത്. പിന്നെ എനിക്ക് ആ ഹൾക്ക് ഗ്രീൻ ഓൾസോ എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്താ പറയുക, അതിന് ആ പെർട്ടിക്കുലർ ഞാൻ ഷോറൂം ചെന്നപ്പോൾ അവർക്ക് അവിടെ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും പെപ്സി അല്ലെങ്കിൽ ഹൾക്ക് എടുക്കാനായിരുന്നു എനിക്ക് ഒരു പ്ലാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെൻ്റെ കളക്ഷനിലൊരു ബിഗിനിങ് ടൈമിലുള്ളൊരു ഓൾമോസ്റ്റ് ഒരു ഫസ്റ്റ് കൈൻഡ് ഓഫ് എക്സ്പെൻസീവ് വാച്ച് എന്ന് പറയാനുള്ളൊരു കാറ്റഗറിയിലുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വാച്ച് തന്നെ എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു ട്രസ്റ്റി വാച്ചാണ്. ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴും ഇതേപോലെ വല്ല ബീച്ചിലും അല്ലെങ്കിൽ വല്ല കോൺഫറൻസിനൊക്കെ പോകുമ്പോൾ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാച്ചാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ കേസ് ബാക്കുള്ളൊരു വാച്ചാണ്. നല്ലൊരു ഹെവി, നല്ല ഹാൻഡിലിടുമ്പോൾ നല്ലൊരു ഫീല് നമുക്ക് കിട്ടും. അപ്പോൾ എന്തുകൊണ്ട് ഞാനൊരു റെക്കമെൻഡ് ചെയ്യുന്ന ടൈപ്പാണ്. ഇപ്പോൾ ഇൻ കേസ് ഇഫ് യു ആർ ഗെറ്റിംഗ് ഇൻ ടു വാച്ച് കളക്ഷൻ, എപ്പോഴും എന്താ പറയുക, ഒരു സ്റ്റാർട്ട് വെക്കാനായിട്ട്. ഇതല്ലെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യണത് ഇതിൻ്റെ തന്നെ GMT എഡിഷൻ ഉണ്ട്. കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്, ബട്ട് ദാറ്റ് ഈസ് സംതിങ് എൽസ് ദാറ്റ് യു ക്യാൻ ലുക്ക് ഇൻ ടു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം.